കേരളം ഭീകരവാദ ഭീഷണിയിലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രീണന രാഷ്ട്രീയമാണ് ഇടത് വലതു മുന്നണികൾക്ക്. മഞ്ചേശ്വരത്ത് ജയിക്കാൻ SDPI പിന്തുണയ്ക്കാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചക്കാർക്ക് കേരളം ഭരണത്തിന് പുറത്തേക്കുള്ള വഴി തുറക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റി പരിധിയിലുള്ള മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനം പറവൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFും UDFും ഭീകരവാദത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല. SDPIയെയും ജമാഅത്ത് ഇസ്ലാമിയെയും ആരാണ് എതിർക്കുന്നതെന്ന് എല്ലാവരും പരിശോധിക്കണം. മുമ്പ് രഹസ്യമായിരുന്ന പ്രീണന രാഷ്ട്രീയം ഇന്ന് പരസ്യമായി. മഞ്ചേശ്വരം ജയിക്കാൻ SDPI പിന്തുണയ്ക്ക് കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇരുകൂട്ടർക്കും പങ്കുണ്ട്. സ്വർണ്ണക്കവർച്ചക്കാർക്ക് കേരള ജനത ഭരണത്തിന് പുറത്തേക്കുള്ള വാതിൽ തുറക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. जिन लोगों ने मंदिर के दरवाजों और द्वारपालक मूर्तियों का सोना चुराया है, उन लोगों को केरलम की जनता सत्ता से बाहर का दरवाजा दिखाने वाली है. ब्रदर्स एंड सिस्टर्स, केरल में एक्सट्रीमिज्म का खतरा तेजी से मंडरा रहा है. केरलम में कई युवा इस एक्सट्रीमिज्म का शिकार हुए हैं और यह हो रहा है क्योंकि LDF और UDA दोनों ही अपीजमेंट की पॉलिटिक्स कर रहे हैं. आज सवाल यह साफ है कि केरल को जमायत इस्लामी से कौन बचाएगा, PFI से कौन बचाएगा, SDPI से कौन बचाएगा. LDF और UDF इस एक्सट्रीमिज्म के खिलाफ कुछ नहीं करेंगे क्योंकि इससे उनका वोट बैंक खतरे में आ जाएगा और वोट बैंक की राजनीति के कारण LDF और UDF इन तुष्टीकरण ताकतों के खिलाफ कोई बड़ा कदम उठाने की वह हिम्मत नहीं कर पाएंगे. സ്റ്റാലിന്റെ ഭരണമാണ് നടക്കുന്നത്. സർവത്ര അഴിമതിയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതാണ് രണ്ട് മുന്നണികളുടെയും ഭരണങ്ങളെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. പറവൂർ സണ്ണി കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ BJP എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റും ആലുവ മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ MA ബ്രഹ്മരാജ് അധ്യക്ഷത വഹിച്ചു. പറവൂർ, കളമശ്ശേരി, അങ്കമാലി, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളായ വത്സല പ്രസന്നകുമാർ, MB ബിനു, റോമി കുര്യാക്കോസ്, ജിബി പാത്തിക്കൽ എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി.